പായസം ഇല്ലാണ്ട് എന്തോ ഓണാല്ലേ. പിന്നെ നമ്മുടെ അടപ്രഥമൻ എല്ലാവർക്കും, പാലട എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പായസമാണ്. അതിലേക്ക് ഒരു പുതിയ ഒരു ട്വിസ്റ്റ്, ഹോർലിക്സ് കൊണ്ട് ഒരു പായസം നമ്മുടെ ഷെഫിലെ വൈറലാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട്, ഞാൻ പശുമ്പാലാണ് എടുത്തേക്കനെ. 1 ലിറ്റർ പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ചാൽ മതി. കാരണം നമ്മൾ ഇതിലേക്ക് ശർക്കര പാനിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അടയുണ്ടല്ലോ, നമ്മൾ സാധാരണ അരിയുടെ കുക്കറിൽ വേവിച്ചതാണ് കേട്ടോ. ലേശം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി. ഞാൻ ഒരു 4 വിസിൽ കൊടുത്തിരുന്നു. ഇതും പാലിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ തിളപ്പിച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പാലായതുകൊണ്ട് അത് ഇങ്ങനെ പാടെ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ മെയിൻ താരം ഇതിലേക്ക് നമുക്ക് വേണ്ടത്, വേറൊരു പാനിൽ ബട്ടർ അതൊന്ന് മെൽറ്റ് ആയതിനു ശേഷം നമ്മുടെ ശർക്കര പാനി, ഒരു 200 ഗ്രാം ശർക്കരയാണ് ഞാൻ മെൽറ്റ് ആക്കിക്കുന്നത്. ഇത് നന്നായിട്ട് കുറുകി വരുമ്പം നമ്മുടെ പായസത്തിന്റെ താരം, അതായത് ഹോർലിക്സ്, 3 ടേബിൾ സ്പൂൺ ഹോർലിക്സും ഇതിനകത്തിട്ട് നല്ലോണം നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കുറുകി വരണ ഈ ഒരു കൺസിസ്റ്റൻസി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഹോർലിക്സ് മിക്സ്ചറും ഈ പാലും അടയുടെ മിക്സ്ചറും ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട് നല്ല ഒരു കളർ കിട്ടും. നമ്മൾ ഈ കാരമൽ ഒരു ടേസ്റ്റാണ് നമുക്ക് വരാം ഈ ഒരു പ്രോസസ്സ് ചെയ്യുമ്പം. നമ്മൾ ഹോർലിക്സ് ഒക്കെ ഇട്ട് കുറുകി എടുക്കുമ്പം ഈ ഒരു 15 മിനിറ്റ് എങ്കിലും നിങ്ങൾ പായസം തിളപ്പിക്കാൻ വിടണം. ആ എക്സ്ട്രാ വെള്ളമൊക്കെ ഓപ്പറേറ്റ് കണ്ട അതെ, ഇതാണ് നമ്മുടെ പായസത്തിന്റെ കൺസിസ്റ്റൻസി. ഈ സമയമാകുമ്പോൾ ലേശം ഏലക്കപ്പൊടിയും നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പും കിസ്മിസും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി ഹോർലിക്സ് പായസം റെഡിയാണ്. സത്യമായിട്ടും ഗൈസ്, ഇത് ഇത്ര ടേസ്റ്റ് ആയിരിക്കും ഞാൻ വിചാരിച്ചതേ ഇല്ല. അപ്പൊ ഈ ഓണത്തിന് വെറൈറ്റി ആയിട്ട് ഒന്ന് പിടിച്ചു നോക്കാന്നേ. അടപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, അതിന്റെ കൂടെ ഒരു ഹോർലിക്സിന്റെ ഒരു ട്വിസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണ ആശംസകൾ ഇൻ അഡ്വാൻസ്. Love you all and stay tuned. Bye.